സാധാരണ തമിഴൻ അവൻ ആസ്വദിക്കാൻ പറ്റുന്ന എന്തെങ്കിലും മലയാള സിനിമയിലുണ്ടെന്ന് അവർ പിന്നെ അല്ലെങ്കിൽ ചില സെക്സ് പടങ്ങളാണ്. മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലോ മറ്റു നാടുകളോ വൃത്തികെട്ട പടങ്ങൾ എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെയുള്ള പോസ്റ്റേഴ്സ് ആയിരിക്കും. പിന്നെ മാസത്തിലൊരിക്കലെങ്ങാനും ദൂരദർശനിൽ വരും ഒരു അവാർഡ് മോഡൽ പടം. Where is it gone kind of thing? Because they wanted to compete with Telugu, they wanted to compete with Tamil cinema. They lost their brain. തമിഴ് സിനിമയിലേക്ക് നോക്കൂ. തമിഴ് സിനിമയിൽ പരുത്തിവീരനുണ്ട്, സുബ്രഹ്മണ്യപുരം ഉണ്ട്, ലതുണ്ട്, മറ്റതുണ്ട്. മലയാള സിനിമയ്ക്ക് എന്തുണ്ട്? നമുക്കിവിടെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര മലയാളം പടം എന്ന് പറഞ്ഞാലേ മോശപ്പെട്ട രീതിയിൽ മാറേണ്ട സമയമായി മലയാള സിനിമ എന്ന് വന്നവരും ഓണരൊക്കെ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. മലയാളം ഇൻഡസ്ട്രിക്ക് ആ കഴിവുണ്ട്. നമുക്ക് അത്രയും നല്ല ടെക്നീഷ്യൻസും റൈറ്റേഴ്സും ആക്ടേഴ്സും ഉണ്ട്. രാജമൗലി സാർ സെഡ് എക്സാക്ട്ലി ദിസ്. ഇതെല്ലാം അവിടെ ഉണ്ട്. ഒരു സ്പാർക്ക് വന്നാൽ പിന്നെ മലയാളം ഒരു ഇവരുടെ എൻട്രിക്ക് ശേഷമാണ് അവിടെ നല്ല പടങ്ങൾ ഇറങ്ങി തുടങ്ങുന്നത്. മലയാളം സിനിമ I think has the best writing today. വാടാ. എടാ മോനെ, கேரளா இண்டஸ்ட்ரியில் எல்லாமே அவுட் அண்ட் அவுட் வித்தியாசமான கான்செப்ட். இதுக்கெல்லாம் சினிமா எடுக்கலாமா அப்படின்ற மாதிரி நம்ம திங்கே பண்ணாத ஒன்னெல்லாம் வந்து Now it is probably you can blame it on OTT or simply senses coming back. മലയാള സിനിമ മാറി. ഇനിയിപ്പോൾ മലയാള സിനിമ അത് നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ തമിഴിലേക്ക് നോക്കൂ, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് നോക്കൂ, ജപ്പാനിലേക്ക് നോക്കുന്നു, ആരും പറയാം മലയാള സിനിമ മാറി. നമസ്കാരം. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, മലയാളക്കരയിൽ നമ്മൾ ഇന്ന് ചരിത്രം സൃഷ്ടിക്കുകയാണ്. 3D ഒരു പരീക്ഷണം എന്ന നിലയിലാണ് ആദ്യമായി കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത്.